ഒരംഗത്തെ പ്രസംഗിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഉടൻ പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിക്കുന്ന ഏത് വകുപ്പ് പ്രകാരമാണെന്ന് അങ്ങ് പറയണം. ഞാൻ കൈകൊട്ടലിന് വേണ്ടിയൊന്നും പറയുന്നതല്ല. ഞാനൊരു സ്വതന്ത്രനായ ഒരു ജനകീയ MLA ആണ്. എന്നെ നിങ്ങൾ വിളിച്ചതിന് ശേഷം 3 തവണ എനിക്ക് വിളിക്കേണ്ടി വന്നു. അത് ശരിയായ കാര്യമല്ല. പറയേണ്ടവർക്ക് പല സഭയുണ്ട്, അപ്പോൾ പറയണം. അങ്ങനെയാണ്. എല്ലാം ഒരുമിച്ച് പറഞ്ഞ് ഞങ്ങൾ തീർക്കണം, വാശി പിടിക്കരുത്. അപ്പോൾ എൻ്റെ അവകാശങ്ങളിന്മേൽ സഭയുടെ സംരക്ഷണം ഓരോ മെമ്പർക്കും ഉണ്ടാവേണ്ടതാണ്. ബഹുമാനപ്പെട്ട ഗവർണറുടെ നയപ്രഖ്യാപനവും അതിന്മേൽ മെമ്പർ ശ്രീ വിൻസെൻ്റ് ഉന്നയിച്ച ഉപക്ഷേപവും അതിൻ്റെ എല്ലാ നല്ല കാര്യങ്ങളോടും യോജിക്കുന്നു. സർ, അടവുപരമായിട്ടുള്ള നയം സ്വീകരിക്കുന്നത് എങ്ങനെയെന്ന് ലോകത്തിലെ വിപ്ലവ പ്രസ്ഥാനങ്ങളെ പഠിപ്പിച്ചത് മഹാനായ ലെനിനാണ്. 1 സ്റ്റെപ്പ് ഫോർവേഡ് 2 സ്റ്റെപ്സ് ബാക്ക്വേഡ് എന്നാണ്. 1 സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോൾ 2 സ്റ്റെപ്പ് പുറകോട്ട് വയ്ക്കണം. ആ ലെനിൻ്റെ അടവ് നയം CPM മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആ മഞ്ഞക്കുറ്റി അപ്പോൾ തന്നെ അവർ തന്നെ ഊരുമായിരുന്നു. 1 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് പോയി, 2 സ്റ്റെപ്പ് പുറന്നോട്ട് വെക്കണം. ആ മഞ്ഞക്കുറ്റി ഇപ്പോൾ നാട്ടുകാർ ഊരിയില്ലേ. എന്നിട്ട് നമ്മൾ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. ആലോചിക്കാതെ കാണിച്ച വേണ്ടാദിനമാണത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാർക്ക് പോലും, അന്ന് ഞാൻ പാർട്ടിക്കകത്ത് തന്നെ ഉള്ള ആളാണ്, ആർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ആ അടുക്കളയിൽ കൊണ്ടിടുക. ഒരു സ്ത്രീയെ, ഒരു ക്രിസ്ത്യൻ ലേഡിയാണ്, സഹിച്ചറിയാരുടെ വീടിനടുത്തുള്ള ലേഡിയാണ്. അവരാണ് സഹിച്ചറിയാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, അവരുടെ വീടിനടുത്തുനിന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അവരെ കാലിൽ പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്ന കഴിഞ്ഞ ദിവസം ടെലിവിഷനിൽ കാണിച്ചു. സാർ, ഇങ്ങനെയൊക്കെ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുത്തില്ല തിരികെ. അങ്ങനൊരു ഗവൺമെൻറ് തിരിച്ചു വരില്ല. അത് ലോകത്തിൻ്റെ ചരിത്രമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. 1 സ്റ്റെപ്പ് ഫോർവേഡ്, 1 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു. ആ സ്റ്റെപ്പ് ശരിയല്ലെങ്കിൽ 2 സ്റ്റെപ്പ് പുറത്തോട്ട് വെക്കണം. അതെല്ലാ പ്രസ്ഥാനങ്ങളും മനസ്സിലാക്കേണ്ട കാര്യമാണ്. സാർ, ഇവിടെ ഈ പ്രസംഗത്തിൽ അദ്ദേഹം പൊതുജനാരോഗ്യ സംവിധാനം, ഊർജ്ജസ്വലമായ സാംസ്കാരിക ധാർമ്മികത, പ്രബുദ്ധമായ സമൂഹം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. പക്ഷേ അടുത്ത കാലത്ത് അത് താഴ്ചയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് പറയുന്നുണ്ട്. സാർ, താഴ്ചയുടെ ലക്ഷണമല്ല, അത് പാതാളത്തോളം താന്നിരിക്കുകയാണ് കേരളത്തിൽ. അതിവിടുത്തെ തത്വചിന്തകന്മാരും ബുദ്ധിജീവികളും മനസ്സിലാക്കുന്നില്ല. കാരണം ബുദ്ധിജീവികളിൽ ഭൂരിപക്ഷവും രാഷ്ട്രീയമായ പാർട്ടികളുടെ കാല് തക്കി എന്തെങ്കിലും കാര്യം സാധിക്കാനാണ്. അവർ ചിന്തിക്കുന്നില്ല. ചിന്തകന്മാരുണ്ട്. സുമാനരീക്കണപ്പിള്ളവരിപ്പോൾ ഉണ്ടോ? സാനുമാഷ പോലുള്ളവരുണ്ടോ? ഇപ്പോൾ ഇവരാരും ഇപ്പോൾ ഇല്ലല്ലോ. അതെല്ലാം ഞങ്ങളെല്ലാം ഇടതുപക്ഷക്കാർ പ്രത്യേകിച്ച് ബഹുമാനിച്ചിരുന്നവരാണ് അവരെ എല്ലാവരെയും. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. സാർ, മഹാനായിട്ടുള്ള നമ്മുടെ കവി നേരെ പ്രസാദ് പറഞ്ഞല്ലോ, വയലാറിൻ്റെ സന്തതിയായ വയലാർ രാമവർമ്മയുടെ ഒരു കവിതയിൽ പറയുന്നുണ്ട്, മാനവധർമ്മം വിളംബരം ചെയ്യുന്ന മാവേലി നാടിൻ മധുര സ്വപ്നങ്ങളെ നീതിശാസ്ത്രങ്ങൾ തിരുത്തിക്കുറിക്കുവാൻ നീള തുടിക്കും പ്രതിജ്ഞാകുലങ്ങളെ. വിദ്യാർത്ഥികളെ പറ്റിയാണ്, യുവതലമുറയെ പറ്റിയാണ്. അങ്ങനത്തെ യുവതലമുറയുണ്ടോ ഇപ്പോൾ ഇവിടെ? ഈ കേരളത്തിലെ കലാലയങ്ങൾ അങ്ങനത്തെ യുവതലമുറയുണ്ടോ? നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു. എൻ്റെ സഹപാഠിയല്ലായിരുന്നു ലോ കോളേജിലെ. ബാലഗോപാലം പഠിച്ച കാലത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോ? എവിടെ? കഞ്ചാവും ചരസും അടിച്ച് ഒരു ഭാഗം നശിക്കുകയാണ്. മാധ്യമങ്ങൾക്കാവുന്ന ഒരു പ്രശ്നമേ അല്ല, അവർക്കവിടെ സർക്കുലേഷൻ മാത്രമാണ്. അപ്പോൾ മാനവധർമ്മം വിളംബരം ചെയ്യുന്ന മാവേലി നാടിൻ്റെ മധുര സ്വപ്നങ്ങളാണ് ഈ കുട്ടികൾ. എന്ന് മാത്രം നീതിശാസ്ത്രങ്ങൾ, തെറ്റായ നിയമം, വ്യവസ്ഥ തിരുത്തിക്കുറിക്കുന്ന വിപ്ലവകാരികളാണോ? അങ്ങനെയാണ് നേരത്തെ പറഞ്ഞ വയലാറും പുന്നപ്രയും ഒക്കെ ഉണ്ടായത്. അപ്പോൾ വയലാറിനും പുന്നപ്രയിലെയും രക്ഷാക്ഷണത്തിന് മുമ്പിൽ മൂത്രം ഒഴിക്കുന്ന ആൾക്കാർക്ക് ഇതുവല്ലോ അറിയോ? എന്ത് മാനവധർമ്മമാണ് തിരുത്തി കുറിക്കുന്നത്? അതെല്ലാം ചെയ്യുന്നില്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾക്ക് ഭാവിയില്ല. ലോകം അത് കാണിച്ചു തന്നിട്ടുണ്ട്. എന്തുകൊണ്ട് സോവിയറ്റ് യൂണിയൻ തകർന്നു? ഇവിടെ ഇരിക്കുന്ന UDFകാർക്കും അത് വിഷമമുണ്ടാവും. കാരണം സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യക്ക് എന്തെല്ലാം പ്രയോജനമായിരുന്നു, കേരളത്തിൽ പ്രയോജനമായിരുന്നു. ഇറാനിലൊന്നും അമേരിക്ക കയറി കളിക്കത്തില്ലായിരുന്നു സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നെങ്കിൽ. ബംഗ്ലാദേശിനെ ആക്രമിക്കാൻ അമേരിക്കൻ 7ാം കപ്പൽപ്പട വന്നപ്പോൾ അവിടെ നിൽക്കുക എന്ന് പറഞ്ഞ് സോവിയറ്റ് കപ്പൽപ്പട വന്ന് ഇന്ദിരാഗാന്ധി വിളിച്ചു വരുത്തി. ഇൻഡോ റഷ്യൻ കരാറനുസരിച്ച് അമേരിക്കൻ കപ്പൽപ്പട പിൻവാങ്ങിക്കളഞ്ഞു. ആ റഷ്യ ഉണ്ടായില്ല, ഇപ്പം ഇല്ല. അതിൻ്റെ ഫലമായി എന്ത് സംഭവിച്ചിരിക്കുന്നു? ലോകവ്യാപകമായ ഇടതുപക്ഷ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ക്ഷീണിച്ചു. അങ്ങനെ ചൈനയിലും വിയറ്റ്നാമിലും വടക്കൻ കൊറിയയിലും ക്യൂബയിലുമൊക്കെ ആ കൊടി അവർ ഉയർത്തിപ്പിടിക്കുന്നു. പക്ഷേ ആ പഴയ സോഷ്യലിസത്തിൻ്റെ ആ രീതിയിൽ മാത്രമല്ല, സോഷ്യൽ ഡെമോക്രസിയുടെ അംശം അതിനകത്ത് ചേർത്തിട്ടുണ്ട് അവർ.
നമ്മുടെ രാജ്യം സോഷ്യൽ ഡെമോക്രസിയാണ്. ആ സോഷ്യൽ ഡെമോക്രസിയെ സോഷ്യാലിസ്റ്റ് ഡെമോക്രസിയാക്കി, പീപ്പിൾസ് ഡെമോക്രസിയാക്കി മാറ്റാനുള്ള പ്രവർത്തനമാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്നത്. അതാണോ ഇപ്പോൾ നടക്കുന്നത്? ആണോ CPI ഓണേ? നിങ്ങൾ ഞങ്ങൾക്ക് SFIയുടെ പ്രസിഡന്റ് ആയിരുന്ന ആളല്ലേ? അതാണോ നടക്കുന്നത്? അതിനിപ്പോൾ അറിയാവുന്ന എത്ര പേരുണ്ട് സാർ? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചവർ എത്ര പേരുണ്ട് സാർ? ഇത് പാർട്ടി ക്ലാസ്സുകളിൽ നേതാക്കന്മാർ ഇപ്പോഴും ചോദിക്കണം നിങ്ങൾ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന്. എല്ലാവരും വായിക്കണം. ബഹളം ഉണ്ടാക്കിയിട്ടൊന്നൊരു കാര്യമില്ല. കൂവി വിളിച്ചെന്ന് ഒരു രാജ്യത്തെ ഒരു സാമൂഹ്യ വ്യവസ്ഥ ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. അത് രക്തം ചൊരിയണം, വിഷമിക്കണം. അല്ലെ മഹാത്മാഗാന്ധിയെ പോലെ നിരാഹാര സമരത്തിലൂടെ ബ്രിട്ടനെ മുട്ടുകുത്തിക്കുന്ന പുതിയ സമരരൂപങ്ങൾ കൊണ്ടുവരണം. ഇതേപ്പറ്റിയൊക്കെ വാസ്തവത്തിൽ ഗവർണർക്ക് ഇതിൽ കൂടുതലായിട്ട് വ്യാഖ്യാനിക്കാവുന്നതായിരുന്നു എന്ന് ഞാൻ കരുതുകയാണ്. കഴിഞ്ഞ 10-15 വർഷക്കാലത്തെ കേരളത്തിൻ്റെ ഭരണമേഖലയെപ്പറ്റി, സാമൂഹ്യ മേഖലയെപ്പറ്റി കാര്യമായ സ്വയം വിമർശനം ഇതിൽ വന്നിട്ടില്ല എന്ന കാര്യം ഞാൻ ഉന്നയിക്കുകയാണ്. സാർ, യഥാർത്ഥ ധനസ്ഥിതിയെ പറ്റിയുള്ള ധവള പത്രമൊന്നും ഞാൻ പറയുന്നില്ല. കറുത്ത പക്ഷിയിലാളും അടിക്കുന്നത് വെളുത്ത പേപ്പറാണ്. അതിവിടെ ഇറക്കണം സാർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അത് ധനകാര്യമന്ത്രി കൂടിയല്ലേ, അങ്ങ് ഇറക്കാൻ പറ്റും. ഈ നാടറിയട്ടെ. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ പൊതുജനങ്ങളുടെ മനസ്സിൽ ഒരു നല്ല അഭിപ്രായം വന്നു എന്നുള്ളത് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഞാൻ ജനങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നതാണ്. ആരും എതിരൊന്നും പറയുന്നില്ല. മുഖ്യമന്ത്രിയെപ്പറ്റി തികഞ്ഞ ബഹുമാനവും സ്നേഹവും. ഒന്നാമത് സുസ്മേര വദനായി നല്ല എന്താ പറയുന്നത്, അങ്ങനൊരു മുഖ്യമന്ത്രി. അതുകൊണ്ട് എല്ലാവരും, ഞാൻ സുസ്മേര വദനൊന്നുമല്ല, അതുകൊണ്ട് ഞാൻ എന്നെ കുറ്റപ്പെടുത്തുകയല്ല. ആ തുടക്കമൊക്കെ വളരെ നന്നായിരുന്നു. ആ മഞ്ഞക്കുറ്റിയൊക്കെ മാറ്റിയത് ഈ കേരളത്തിൻ്റെ ചരിത്രമാണ് സാർ. നമുക്ക് റെയിൽവേ വേണം, അത് നമ്മുടേതായ തരത്തിൽ നമ്മൾ ചെയ്താൽ മതി. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ അടുക്കള കളയുന്ന പാവപ്പെട്ട സ്ത്രീകളെ ബുദ്ധിമുട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. അതിൻ്റെ എല്ലാം ഫലമായിട്ടുള്ളതാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ, ആലപ്പുഴയിലെ തോട്ടപ്പള്ളിയിൽ കോടാനുകോടി രൂപയുടെ കരിമണൽ കൊള്ള നടക്കുകയാണ് വർഷങ്ങളായി. കഴിഞ്ഞ 15 വർഷത്തെ കരിമണൽ കൊള്ള അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ വെക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറാകണം. ആ പണം ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കയ്യിൽ പോയി, ആരൊക്കെയാണ് ദല്ലാളന്മാർ, അതെല്ലാം വെളിയിൽ കൊണ്ടുവരണം. അത് അവിടുത്തെ തീരപ്രദേശം ഇടിക്കാതെ, നശിപ്പിക്കാതെ ആ കരിമണൽ എങ്ങനെ കടലിൽ ഈ തിരമാല വരുന്ന അങ്ങോട്ട് മാറിയിട്ട് വലിയ ഉരുക്ക് കൊണ്ടുള്ള വലിയ സംവിധാനമൊക്കെ ഉണ്ടാക്കി അതിനകത്ത് വന്ന് വീഴും ഈ കരിമണൽ. അത് ശാസ്ത്രീയ സംവിധാനങ്ങളുണ്ട്, അത് നമുക്ക് എടുക്കാം. അത് കോടാനുകോടി മൂല്യമുള്ള ഒരു സാധനമാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ. അതിനെപ്പറ്റി അന്വേഷിക്കണം സാർ. സാർ, നമ്മൾ നവകേരളം, നവോത്ഥാന കേരളം എന്നൊന്നും മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ പുതിയൊരു ഉണർവെന്നാണ് അതിൻ്റെ അർത്ഥം. അത് യൂറോപ്പിലാണ് ആദ്യം ഉണ്ടായതെന്ന് പറഞ്ഞാലും അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് തുർക്കി എന്ന് പറയുന്ന മഹത്തായ ആ രാജ്യത്തെ ബാർബേറിയൻസ് ആക്രമിച്ചപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ലൈബ്രറി ഈസ്റ്റാംബുളിലായിരുന്നു. ആ ലൈബ്രറി തീ വെച്ചപ്പോൾ യൂറോപ്പിൽ നിന്ന് പ്രത്യേകിച്ചും ലോകത്തിൻ്റെ നാനാഭാഗത്തോട് അവിടെ ഗവേഷണം നടത്താൻ പറ്റുന്ന പണ്ഡിതന്മാർ ഈ പുസ്തകവുമായി ഇവിടെ നാട്ടിലേക്ക് പോയി കിട്ടിയതുമായി അങ്ങനെ യൂറോപ്പിൽ കൊണ്ടുപോയി. അങ്ങനെയാണ് 15-ാം നൂറ്റാണ്ടിലും 16-ാം നൂറ്റാണ്ടിലും നവോത്ഥാനം ഉണ്ടായത്. ഷേക്സ്പിയറും മാർലോയൊക്കെ സന്തതികളായിരുന്നു. പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നു. അതാണ് നവോത്ഥാനം. പുതിയൊരു ഉത്ഥാനമാണ്. അല്ല വെറുതെ ഒരു സർക്കാർ വന്നു അപ്പം ഞങ്ങൾ നവോത്ഥാനമാണ്. നിങ്ങൾ എഴുന്നേറ്റിട്ട് ഇരിക്കുന്നതാണോ നവോത്ഥാനം? അല്ല ഇരുന്നിട്ട് എഴുന്നേക്കുന്നതാണോ? ഇതൊക്കെ ചുമ്മാ അത് അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്തവർ പറഞ്ഞു കൊടുക്കുന്ന എഴുതി വെക്കുകയാണ്, പ്രസംഗിക്കാണ് നടന്നത്. അതൊന്നുമല്ല നവോത്ഥാനം. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, ശ്രീ സതീശൻ പറഞ്ഞു, ഈ കേരളത്തെ നമുക്ക് മാറ്റിപ്പടിയണം. ഇതുവരെയുള്ള എല്ലാ നല്ല കാര്യവും എടുക്കണം. EMS ഗവൺമെൻറ് കാലത്ത് എത്ര നല്ല കാര്യങ്ങളാണ് 2 ഗവൺമെൻറ്റിലും. US ഗവൺമെൻറ് കാലത്തല്ലേ കർഷകത്തൊഴിലാളിക്ക് തൊഴിലില്ലായ്മ വേതനം കൊടുത്തത്? അച്യുതമേനോന്റെ കാലത്തല്ലേ ശാസ്ത്ര സർവകലാശാല, കാർഷിക സർവകലാശാല, ഇതെല്ലാം വന്നത് ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ഈ പഞ്ചായത്ത് രാജ് നടപ്പിലാക്കിയ നായനാരുടെ കാലത്താണ്. കേന്ദ്രം പാസ്സാക്കി. ഇത് അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം നന്മ കൊണ്ട് വളർന്ന ഈ കേരളം ആരുടെയും കുത്തകയല്ല. ആരും കുത്തക അവകാശപ്പെടരുത്. അത് നമ്മുടെ പൊതുസ്വത്താണ്. ആ പൊതുസ്വത്തിനെ സാംസ്കാരികം, സാമ്പത്തികം, രാഷ്ട്രീയം, സാമൂഹ്യം, വിദ്യാഭ്യാസം, ഈ എല്ലാ മേഖലയിലുള്ള പൊതുസ്വത്തിനെ സംരക്ഷിക്കാൻ കഴിയാത്തവർ രാഷ്ട്രീയ രംഗത്ത് നിൽക്കരുത്. പറഞ്ഞേക്കണം അവരെ, ജനങ്ങൾ വരെ പറഞ്ഞേക്കണം. അവർക്ക് അവകാശമില്ല. കേരളം ഇനി പഴയ പോലെ പോകാൻ പറ്റില്ല. അഴിമതി കാണിച്ചുകൊണ്ട് അഴിമതിയില്ലാതെ പ്രസംഗിക്കുന്നതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അവസാനിപ്പിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാലത്താണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് വന്നിരിക്കുന്നത്. നന്നായി ആരംഭിക്കുന്നതെല്ലാം നന്നായി അവസാനിക്കും എന്ന് ഷേക്സ്പിയറുടെ ചൊല്ലുണ്ട്. നിങ്ങൾ നന്നായി ആരംഭിച്ചു, നന്നായി അവസാനിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവസാനിക്കും ഒറ്റ കാര്യം കൂടി, where the mind is free and where the head held high.
ടു ദാറ്റ് ഹെവൻ മേ ഗോഡ് ബൈ കൺട്രി ബി ലെഡ്. ഇത് ഗീതാഞ്ജലിയിലെ ടാഗോറിൻ്റെ കവിതയുടെ ഇംഗ്ലീഷ് പതിപ്പാണ്. എവിടെ മനസ്സ് ഭയരഹിതവും ശിരസ് സമുന്നതവുമായിരിക്കുന്നുവോ, എൻ്റെ പിതാവേ എൻ്റെ നാടിനെ ആ രാജ്യത്തേക്ക്, ആ സ്വർഗത്തിലേക്ക് നയിക്കേണ്ടവേ. നമ്മുടെ കേരളത്തെ അങ്ങനെ സ്വർഗത്തിലേക്ക് നയിക്കാൻ ഗവൺമെന്റ് കഴിയട്ടെ, ഉന്നത ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്